ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്നേഹക്കൂടിൻ്റെ വക നമസ്കാരം. ഞങ്ങളിന്ന് തൂമാനം വെള്ളച്ചാട്ടം കാണാൻ വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ വടക്കാഞ്ചേരി ഓട്ടുപാറ കുറച്ചും കൂടി ഒരു 10-200 മീറ്റർ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ റൈറ്റ് പോയിട്ട് ഉള്ള സ്ഥലമാണത്. റൈറ്റ് പോയി ഗേറ്റ് കഴിഞ്ഞിട്ടാണ് ആ സ്ഥലം വരിക. അപ്പോൾ അവിടേക്കാണ് വന്നിരിക്കുന്നത്. ഒരു നായ കയറി പോകണമെന്നില്ലേ വഴുക്കണോടത്തിൽ. പാവം, അത് ഇപ്പോൾ കെട്ടി പറഞ്ഞ് വീണെന്ന് വിചാരിച്ചു. ഞങ്ങൾ കയറി പോകണ കാണുമ്പോൾ വീണൊന്നുമില്ല, ആള് സിമ്പിളായിട്ട് കയറിപ്പോയി. അത്രയും നല്ല വഴുക്കലുള്ള പാറയത്. ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല അത് പാറയമ്മ കൂടെ. അപ്പോൾ ഇതാ കണ്ടില്ലേ, വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തി. ഞങ്ങൾ ഫോഴ്സ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്നത് ഭയങ്കര മഴയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത മഴയുണ്ടായിരുന്നു. ഭ്രാന്ത് പിടിച്ചു മഴയത്ത്. ഞങ്ങൾ ഇതാവാൻ പറ്റി, മുകളിലേക്കൊന്നും ഞങ്ങൾക്ക് പോകാനൊന്നും പറ്റുന്നില്ല. അടിയിലത്തെ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റി. നല്ല പ്രകൃതി ദൃശ്യമായ സ്ഥലമാണ് കേട്ടത്. തൂമാനം വെള്ളച്ചാട്ടം ഉള്ളേരിയയിലാണ്, വടക്കാഞ്ചേരിയിലെ ഉള്ളേരിയയിൽ മാരാത്തുകുന്ന് എന്ന് പറയും. ആ ഉള്ളേരിയയിലാണ് ഈ സ്ഥലം കിടക്കുന്നത്. ആരും ശ്രദ്ധിക്കില്ല അത്ര പെട്ടെന്ന്. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പക്ഷെ നല്ല ഒരു ഇതുണ്ട് അവിടെ, പ്രകൃതി ദൃശ്യം. പാറകൾ ഇതൊക്കെ ആയിട്ട് ഉള്ള സ്ഥലമാണത്. പിന്നെ കണ്ടില്ലേ, അത്യാവശ്യം ഫോഴ്സൊക്കെ ഉണ്ടിട്ട് വെള്ളച്ചാട്ടത്തിന്. ഇനി മഴക്കാലമായ കാരണം ഉണ്ടോന്നുണ്ട്, നല്ല ഫോഴ്സ് ഉണ്ട്. പിള്ളേരവിടെ കുളിക്കണൊക്കെ ഉണ്ട്. ഞങ്ങൾ കുളിക്കാനൊന്നുമില്ല, ഇറങ്ങാനൊന്നും പോയില്ല. മഴയുള്ള കാരണം കൊണ്ടുപോകാനൊന്നും ഇറങ്ങാനൊന്നുമില്ല. ആൾക്കാർ എല്ലാവരും കുളിക്കണം ഒക്കെ ഉണ്ട്. എല്ലാ പെൺപിള്ളേരും ആൺപിള്ളേരൊക്കെ കൂടി കുളിക്കണൊക്കെ ഉണ്ട് അവിടെ. അതെ, ഡേഞ്ചർ പിടിച്ച സ്ഥലമൊന്നുമല്ല. വെള്ളത്തിൽ മുങ്ങിയ ഒഴുക്കൊന്നുമില്ല, അത്ര ശക്തിയിലുള്ള ഒഴുക്കൊന്നുമില്ല. സുഖമായിട്ട് അവിടെ നിന്ന് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഈ പാറയുടെ കണ്ടില്ലേ, ചെറിയ എന്താണെന്ന് അറിയില്ല, കുഴി പോലെ അങ്ങോട്ട് ഒരു ജാതി കോട്ടയാണ്. എന്താണ് സംഭവിക്കില്ല. പാറയുടെ ഒരു പ്രത്യേകതയാവും. അപ്പുറത്തൊരു ഗുഹ പോലെ ഉണ്ട്. ഞങ്ങളങ്ങോട്ട് ഇറങ്ങിയൊന്നുമില്ല, പിന്നെ ഇറങ്ങാൻ പോയില്ല. ഞങ്ങൾ ഗുഹ പോലെ കാണാൻ പോയി. അതുപോലത്തെ എന്തായാലും സംഭവം സൂപ്പർ സ്ഥലമാണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന്, തൃശ്ശൂരിൻ്റെ ടൗണിൽ നിന്ന് നമുക്കൊരു വടക്കാഞ്ചേരി 13 കിലോമീറ്റർ, അവിടുന്ന് വടക്കാഞ്ചേരി കുറച്ച് ഒരു 3 കിലോമീറ്ററോളം വരും. വടക്കാഞ്ചേരി സെൻറ്ററിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ. തൃശ്ശൂർക്ക് വടക്കാഞ്ചേരിക്ക് എത്ര കിലോമീറ്ററാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. വടക്കാഞ്ചേരി ഒരു 3 കിലോമീറ്റർ വരും. ഉള്ളിലേക്ക് മാരാത്തോന്ന് പറയും. മാരാത്തോന്ന് സ്ഥലം, അവിടെയാണ് ഇത് ഉള്ളത്. സംഭവം സൂപ്പർ സ്ഥലമാണ് കേട്ടോ. ശ്രദ്ധിക്കപ്പെടില്ല ആരും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഞങ്ങൾ അടിയിലേക്ക് മാത്രമേ നിന്നുള്ളൂ, മുകളിലേക്കൊന്നും കയറാൻ പറ്റിയില്ല. നല്ല മഴയുണ്ടായിരുന്നു. ഇതിലെ ഈ ഇപ്പുറത്തെ ഭാഗത്തൂടെയാണ് മുകളിലേക്ക് പോവുക. ഇതിലങ്ങോട്ട് മുകളിലേക്ക് കയറാം. മുകളിലേക്ക് കയറാമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു തന്നെയായിരുന്നു. അങ്ങനെ വിചാരിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ഒരു രക്ഷയില്ല, മഴ ഭയങ്കര മഴയായിരുന്നു, രക്ഷയില്ലാത്ത മഴയായിരുന്നു. അത് കാരണം കൊണ്ട് മുകളിലേക്കൊന്നും കയറാൻ പറ്റില്ല. അത്യാവശ്യം നല്ല ഫോഴ്സ് ഉണ്ട് വെള്ളച്ചാട്ടത്തിൽ കേട്ടോ. ഇത് മറ്റേ ബാഹുബലിയിൽ കാണിക്കുന്ന മാതിരി എൻ്റെ പിള്ളേർ കയറുന്നുണ്ടാവേ. ഞങ്ങൾക്കത് കാണുമ്പോൾ പേടി തോന്നിയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വള്ളിയിലൊക്കെ വഴുക്കലുണ്ടാവും. അതുമെന്ന് അങ്ങനെ പെട്ടെന്ന് വഴിക്ക് കെട്ടി പറഞ്ഞ് താഴത്തേക്ക് വീണ് കഴിഞ്ഞാൽ, അടിയിലേക്ക് വീണ് കഴിഞ്ഞാൽ പണിയാവും. പിള്ളേർക്ക് അറിയില്ല അതിനെ പറ്റി. നല്ല വഴുക്കലുണ്ടാവും വള്ളിയിലൊക്കെ പിടിച്ച് കയറുമ്പോൾ. അവർ കയറുന്നുണ്ട്, കുരങ്ങന്മാർ കയറണ മാതിരി കയറി പോകുന്നുണ്ട് സംഭവം. നമുക്കത് കാണുമ്പോൾ ഒരു ടെൻഷനായിരുന്നു. അത് പേടിച്ചിട്ട് ഞങ്ങൾ നിൽക്കണ്ടായിരുന്നു, വീഴല്ലെന്ന് വിചാരിച്ചിട്ട്. നല്ല വഴുക്കലുണ്ടാവേ വള്ളിയുമല്ലേ, പിടി കിട്ടില്ല, പിടുത്തം കിട്ടില്ല അത് പെട്ടെന്നൊന്നും. അത് കാണുമ്പോൾ നമുക്കൊരു ടെൻഷനായിരുന്നു. പിന്നൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതെന്തോ അങ്ങോട്ട് പോയി എന്തൊക്കെയുണ്ട് വഴി.
അപ്പോൾ നിങ്ങൾ എല്ലാവരും വടക്കാഞ്ചേരി വഴിക്കൊക്കെ ഷൊർണൂർ വഴിക്കൊക്കെ പോകുമ്പോൾ വടക്കാഞ്ചേരിയിൽ വരുമ്പോൾ ഈ സ്ഥലത്തേക്കൊന്ന് വരിക. വടക്കാഞ്ചേരി മോട്ട് പറയുന്ന ഉള്ളിലേക്ക് 3 കിലോമീറ്റർ കഴിഞ്ഞാൽ സ്ഥലത്തേക്ക് വരിക. സൂപ്പർ സ്ഥലമാണ്. ഞങ്ങൾ മഴയൊന്നും ഇല്ലാത്ത ദിവസം ഒരു ദിവസം കൂടി പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മോൾ വശം എങ്ങനെയാണെന്നുള്ളത് പിടിക്കണം. മോൾ വശത്തേക്ക് പോകാൻ പറ്റില്ല, നല്ല മഴയായിരുന്നു. അത് കാരണം ഒന്ന് മുകളിലേക്കൊന്നും കയറാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളാം ഞങ്ങളെ.